എല്ലാ സൗകര്യങ്ങളും സ്നേഹവും നൽകി ഒപ്പം ജീവിച്ച ജ്യേഷ്ഠ സഹോദരി വീട് വിട്ട് വീടിനെ തകർക്കാൻ നിൽക്കുന്നവർക്കൊപ്പം പോയ വേദനയാണ് ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോൾ തോന്നിയതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. വേദന ഇപ്പോഴും മാറിയിട്ടില്ല എന്നും കോൺഗ്രസിൽ ചേർന്ന അവരുടെ അവസ്ഥ എന്താകുമെന്ന ആശങ്കയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ ചേർന്നു. വാസ്തവത്തിൽ എനിക്കിപ്പോഴും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. അവർ കോൺഗ്രസിൽ പോകുന്ന സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ മാസം ജനുവരി മാസം തന്നെ 2 പ്രാവശ്യമെങ്കിലും അവരുടെ അടുത്ത് പോകുന്നു. സാധാരണ പോകുന്നതാണ്, മണിക്കൂറുകളിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയി എന്നുള്ളത് നമുക്കൊരു ഞെട്ടലും ഒരു വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എല്ലാ സൗകര്യങ്ങളും പിന്തുണയും എല്ലാം കൊടുത്ത് 10,000-കണക്കിന് നമ്മുടെ സാധാരണ പ്രവർത്തകർ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ 3 പ്രാവശ്യം MLA ആയി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ഒരാൾ പോകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തിനാണ് പോയെന്ന് ഇപ്പോഴും ഒരു റീസണബിളായ ലോജിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം? എനിക്കെന്താ വെച്ചാൽ വ്യക്തിപരമായ അടുപ്പം ഞാൻ പറഞ്ഞാൽ 2006 അവരാദ്യമായിട്ട് MLA അസംബ്ലി മത്സരിക്കുന്നത്. 2006 ഈ മണ്ഡലത്തിൻ്റെ ചുമതല ഇരിക്കുക. ഞാനന്ന് DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ ചുമതല സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി എനിക്കാണ് 2011. അത് കഴിഞ്ഞ് 2006 മുതൽ 2010 വരെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിന് ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുത്ത് തന്നെ കാര്യങ്ങൾ വരുന്നതിനകത്ത് ഇടപെടാൻ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് പിടിച്ചെടുത്തൊരു സീറ്റാണ്. 2011 അന്നും ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനപ്പോൾ MP ആയി, പിന്നെ രാജ്യസഭ MP ആണ്. ആ സമയത്തും എനിക്ക് ഈ മണ്ഡലം തന്നെ ചാർജ്. ഇവിടെ ഞാൻ അന്ന് വർക്ക് ചെയ്തതാണ്. 2016 ഇവർ മാറുമോ ഇല്ലയോ എന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. വാസ്തവത്തിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആകും. ഞങ്ങളൊന്നും മാറ്റാനല്ല ആലോചിച്ചത്, നിർത്താനാണ്, തുടരാൻ തന്നെയാണ്. ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഈ മണ്ഡലം പ്രത്യേകിച്ച് ചുമതല. അപ്പോൾ 3 തെരഞ്ഞെടുപ്പിലെ എല്ലാ രാഷ്ട്രീയ ചുമതലയും പ്രത്യേകിച്ച് 2006 മുതൽ ചുമതല വഹിച്ച ഒരാളാണ്. എല്ലാ കാര്യവും എടുത്ത് പറയാവുന്ന ഞാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ സഹോദരി പോലെ തന്നെയല്ലേ, മൂത്ത ചേച്ചിയെ പോലെ. അതുകൊണ്ട് പിന്നെ എന്ത് കാര്യം അങ്ങനെ അടുപ്പമുള്ളതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെടുത്തു. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പേര് വരുന്നതല്ല. കൊല്ലം ജില്ലയിൽ 42 പേരേ ഉള്ളൂ ആ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ഈ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന മഹിളാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് ഇതുവരെ ആരും ആ എക്സിക്യൂട്ടീവ് വന്നിട്ടില്ല. കൊട്ടാരക്കരയിൽ നിന്ന്, കൊട്ടാരക്കര താലൂക്കിൽ നിന്ന് മഹിളാ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് വന്നേക്കുന്ന ആളുകളില്ല. അത്ര ഉയർന്ന പോസ്റ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയും. ബാർ അസോസിയേഷൻ, നമ്മുടെ പിന്നെ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ബാർ കൗൺസിൽ മെമ്പർ, അങ്ങനെ പ്രവർത്തിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയാണ്. നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ തന്നെ ഞാൻ കാണുന്നത് മാത്രമല്ല പാർട്ടിക്കാർ. അങ്ങനെ ഒരാൾ കോൺഗ്രസിനകത്തേക്ക് പോകുമെന്ന് പറയുമ്പം എനിക്കതിനകത്ത് വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ, ഈ കോൺഗ്രസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥിതി എന്താവും, കോൺഗ്രസ്സുകാർ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ആശങ്ക ഞാൻ തുറന്നു പറയുകയാണ്. കാരണം കോൺഗ്രസിനകത്തൊന്നാമത് വ്യക്തി എന്ന നിലയിൽ എവിടെയും പോവാം. പക്ഷേ കോൺഗ്രസ്സാണ് അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ മോശമായി പറഞ്ഞിട്ടുള്ളവരാണ് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു. ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും പൊതുവിൽ നമ്മുടെ നാടിന് അപകടകരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ മാത്രമല്ല പൊതുവിൽ കാണുന്നതാണ്. കൂടെ നിൽക്കുന്ന ആളുകളോടുള്ള അവരുടെ ആ പാർട്ടിയിലെ തന്നെ ബന്ധങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനൊരു പാർട്ടിക്കകത്ത് പോയിട്ട് അവരോ ആ പാർട്ടിയോ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നതാണ്, സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്ത, എല്ലാ പൊതുമേഖലയും തകർക്കുന്ന, തൊഴിലാളികൾക്ക് എതിരായി നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്രയും കാലം ഈ പാർട്ടി നിൽക്കുന്ന ഒരാൾക്ക് പോയിട്ട് മനസ്സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ പോയി എന്നുള്ളതല്ല. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ, നമ്മുടെ ഒരു വീട്ടിലെ ഒരു ജ്യേഷ്ഠ സഹോദരി, കുടുംബത്തിലെ എല്ലാവരുടെയും സ്നേഹം, എല്ലാവരും പിന്തുണ കൊടുത്ത് നിന്നൊരാൾ നേരെ നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ഒരു പാമ്പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരുമായിട്ട് റെഗുലറായിട്ട് കോൺടാക്ട് ഉള്ളതായിരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമൊന്നുമില്ല. കാരണം വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതിനകത്തുള്ള ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞതിന് ഏറ്റവും നല്ല ഉദാഹരണം, നമ്മുടെ വീട്ടിലെ നമ്മുടെ മൂത്ത സഹോദരി, ഏറ്റവും കൂടുതൽ ആ സഹോദരിക്കാണ് ബാക്കി എല്ലാവരും കൂടി അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തു. എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ തന്നെ അങ്ങനെ പോകാൻ പാടില്ല. ഇതൊന്നും ഒരു ദിവസം ഇങ്ങനെ ചില വാർത്തകൾ വരുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അവിടെ സംസാരിക്കാതല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത്. വ്യക്തികളല്ലേ, മനുഷ്യരല്ലേ, നമ്മൾക്ക് മനുഷ്യത്വമില്ലേ, പരസ്പര ബന്ധങ്ങളില്ലേ, എങ്ങനെ പോകാൻ പറ്റും? അത് വെറുതെ ഒരു കാര്യം രാഷ്ട്രീയമായി തർക്കം പറയുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായി നിങ്ങളുടെ കാര്യം എഴുതുമ്പോൾ തന്നെ വ്യക്തിപരമായ പ്രശ്നമില്ലേ? അപ്പോൾ
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഈ നാട്ടിൽ 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നല്ലേ ഓരോരുത്തർക്കും. ഇപ്പം ഞാൻ MLA ആയി, മന്ത്രിയായി, വേറൊരാൾ മന്ത്രിയായി, വേറൊരാൾ പഞ്ചായത്ത് മെമ്പറായി, ഒന്നും ആവാത്തത്ര പേരുണ്ട്. പി ഐഷ പോറ്റി മത്സരിച്ച 3 തെരഞ്ഞെടുപ്പുകളിലും തനിക്കായിരുന്നു നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചുമതല. ഐഷ പോറ്റിയെ വിജയിപ്പിക്കാൻ ഒപ്പം പ്രവർത്തിച്ചു. 2006 മുതൽ 2011 കാലഘട്ടത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ VS സർക്കാരിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന താൻ സഹായിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. MLA ആയും മന്ത്രിയായും കൊട്ടാരക്കരയിലെത്തിയപ്പോൾ എല്ലാ പരിപാടികൾക്കും ഐഷ പോറ്റിയെ ക്ഷണിക്കുമായിരുന്നു. വ്യക്തിപരമായ അസൗകര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഐഷ പോറ്റിക്ക് കോൺഗ്രസുമായി ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കാനാകുമെന്ന് അറിയില്ല. മോശമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, കേരളത്തിന്റെ വികസനത്തെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന, പെൻഷനുകൾ പോലും നൽകാത്ത സംവിധാനമാണ് കോൺഗ്രസ് എന്നും KN ബാലഗോപാൽ ആരോപിച്ചു. കൊട്ടാരക്കര റെസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി.